ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ്. നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കണ്ടേ? അതിനു പകരം നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാണ്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിലും എടുത്തു നോക്ക്. 10 കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷനായിട്ട് താരതമ്യമുണ്ടോ? അച്യുതാനന്ദ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്ത്. ഹെൽത്തിൽ അലോക്കേഷൻ എന്തായിരുന്നു? അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അലോക്കേഷൻ. അതിനേക്കാൾ കൂടുതലായിരുന്നു പിണറായി സർക്കാർ വരുമ്പോൾ. എല്ലാ കാലത്തിൻ്റെ മരുന്നിന് ഇത്രയും ചെലവാക്കി. 10 കൊല്ലം മുമ്പ് മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ കൊടുക്കുന്നത്? അരിക്ക് ഈ വിലയാണോ? വെളിച്ചെണ്ണയ്ക്ക് ഈ വിലയാണോ? 10 കൊല്ലം മുമ്പ് 60 രൂപയുള്ളൂ വെളിച്ചെണ്ണയ്ക്ക്. ഇപ്പം എത്ര? 450 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അരിക്ക് ഇത്രയും വില ഉണ്ടായില്ലല്ലോ. പഞ്ചസാരയ്ക്ക് ഇത്രയും വില ഉണ്ടായില്ല. ഇതാണ് കണക്ക്. എല്ലാം പഴയ ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിയിട്ട് കണക്ക് പറയുകയാണ്. ഏത് ചില സ്ഥലത്ത് പെർസെൻറ്റേജ് പറയും ബുദ്ധിപൂർവ്വം, ചില സ്ഥലത്ത് ആക്ച്വൽസ് പറയും. ആ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ദുർബലമായ പ്രതിരോധമാണ്. കേരളം നേരിടുന്ന ഗൗരവമായ, ഞങ്ങൾ പറഞ്ഞെന്താ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറയാൻ കാര്യം. ഇവിടെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സബ്മിഷൻ ഇവിടെ വായിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ കോന്നി അംഗം വായിച്ചു. ഇതെന്താണെന്നറിയാമോ? അതുകൂടി പറഞ്ഞുതരാം. ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഭരണകക്ഷിയിലിരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഒരു ടെൻഡർ എല്ലാ സപ്ലയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് അതിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. കാരണം മരുന്നിൻ്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെൻറ്റിൻ്റെ മീതെ ചെലുത്തിയതാണ് അന്ന് 2014. അപ്പോൾ മരുന്നിൻ്റെ ഡിലേ വന്നു. അത് റീടെൻഡർ ചെയ്തപ്പോൾ രണ്ടാമത് റീടെൻഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും സപ്ലൈസിൽ നിന്ന് സാധനം മേടിക്കാനുള്ള ഒരു ഡിലേ വന്നു. ആ ഡിലേ കൂടുതലാകരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയപ്പെടുത്തി. ഗവൺമെൻറ് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണ് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലായിടത്തും ലോക്കൽ പർച്ചേസ് നടത്താൻ. ഒരു സ്ഥലത്തും മരുന്നിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായില്ല. മന്ത്രി ശിവകുമാർ ഇവിടെ കൊടുത്ത മനോഹരമായ മറുപടിയുണ്ട്, എനിക്ക് തന്ന മറുപടിയുണ്ട്. എടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, കൃത്യമായ സ്റ്റെപ്പിനെ കുറിച്ചും, ഒരു സാധനത്തിന് പോലും എന്തിനൊക്കെയാണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ ആ ക്ഷാമം ഉള്ള കാര്യങ്ങൾ ലോക്കൽ പർച്ചേസ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോക്കൽ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ ആശുപത്രി വികസന ഫണ്ടിലെ പണം മുഴുവൻ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ടെൻഡർ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുവന്ന്. ഇപ്പം ആ ടെൻഷനില്ല. ആശുപത്രി വികസന ഫണ്ടിൽ 5 പൈസയില്ല. കാരണം കാരുണ്യയുടെ ഒന്നും പൈസ കൊടുത്തിട്ടില്ല. ഒരു പൈസ ഇല്ല. ഒരു വികസന സമിതിയിൽ ഒരു നയാ പൈസ ഇല്ല ഇപ്പം. അപ്പോൾ അത് ഒരു 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 ഭരണക്രമത്തിലെ ഒരു നടപടിക്രമത്തിൽ ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ഒരു അംഗം. ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല മറുപടിയും തന്നു. അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തിച്ച് അങ്ങ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.